അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, കേൾക്കുന്നുണ്ടല്ലോ? എൻ്റെ മുകളിലുള്ള ആൾക്കാർ രണ്ടുപേര് അവർ മൈക്ക് എടുക്കാത്തത് കൊണ്ടാണ് ഞാൻ മൈക്ക് എടുത്തത്. ചോദിക്കാലോ? എനിക്ക് ചോദിക്കാനുള്ളൊരു വിഷയം, ഒരു പുസ്തകത്തിൽ നിന്ന്, ഒരു ഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ വായിച്ചൊരു വിഷയത്തെക്കുറിച്ചാണ്. അതായത് അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹു അവൻ അർശിന്മേൽ ശരിയായി ഇരുന്നു എന്ന് ഒരു മലയാളത്തിൽ എഴുതിയതായി കണ്ടു. അങ്ങനെ അള്ളാഹു അർശിന്മേൽ ശരിയായി ഇരുന്നു എന്ന് അർത്ഥം പറയാൻ പാടുണ്ടോ? അങ്ങനെ അർത്ഥം എഴുതാൻ പാടുണ്ടോ? അങ്ങനെ എഴുതിയാൽ എന്താണ് അതിൻ്റെ വിധി? അവൻ കാഫിറാണോ, അതല്ല അത് ബിദ്അത്താണോ, മുശ്രിക്കാണോ, എന്താണ് അതിൻ്റെ വിധി എന്ന് ഒന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഞാനൊരു പുസ്തകത്തിൽ നിന്ന് വായിച്ചതാണ്. ഏതാണ് പുസ്തകം എന്ന് വ്യക്തമാക്കണമെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത അവസരത്തിൽ വ്യക്തമാക്കാം. അതിൻ്റെ വിധി എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടല്ലേ സുഹൃത്തുക്കളെ? അല്ലാഹു അർശിന്റെ മുകളിൽ ഇരുന്നു എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ കുഫറാണ്, അത് ബിദഅത്തല്ല. കാരണം ജലസ എന്ന അറബി വാക്കിന്റെ മലയാള പരിഭാഷയാണ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ. പരിശുദ്ധ ഖുർആനിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏതെങ്കിലും ഹദീസിലോ അല്ലാഹു തആല അർശിന്റെ മുകളിൽ ജലസ ചെയ്തിട്ടുണ്ട്, ജുലൂസ് ചെയ്തിട്ടുണ്ട് എന്ന് എവിടെയും ടെക്സ്റ്റ് വന്നിട്ടില്ല. ഇന്നല്ലാഹ അലൽ അർശി ഇസ്തവാ, ഇസ്തിവാ എന്ന ടെക്സ്റ്റ് മാത്രമാണ് വന്നിട്ടുള്ളത്. ഇസ്തിവാഇന് ഇരിക്കുക എന്ന അർത്ഥം ഉണ്ട്, അതേസമയത്ത് വേറെയും അർത്ഥങ്ങളുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഇരിക്കുക എന്ന അർത്ഥം ഇവിടെ അള്ളാഹുവിന്റെ മേലിൽ കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് തജ്സീമാണ്. അതുകൊണ്ട് തന്നെ ബാഹ്യമായ ആ അർത്ഥത്തിൽ നിന്ന് അതിനെ തെറ്റിക്കണമെന്നും അങ്ങനെ അർത്ഥകൽപ്പന നടത്താൻ പാടില്ല എന്നതും മുസ്ലിം ലോകത്തിന്റെ ഇജ്മാ ആണ്, സലഫും ഖലഫും. പിന്നെ അഭിപ്രായ വ്യത്യാസം ഉള്ളത്, ഇങ്ങനെ അർത്ഥകൽപ്പന ഈ അർത്ഥത്തിൽ നിന്ന് തെറ്റിച്ച് വേറെ ഏതെങ്കിലും അർത്ഥം കൽപ്പിക്കണോ വേണ്ടേ? അവിടെ സലഫിന്റെയും ഖലഫിന്റെയും ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഭൂരിപക്ഷം സലഫ് പറയുന്നു അങ്ങനെ നമ്മൾ കൽപ്പിക്കേണ്ടതില്ല. ന്യൂനപക്ഷം സലഫ് പറയുന്നു കൽപ്പിക്കാം. ഭൂരിപക്ഷം ഖലഫ് പറയുന്നു കൽപ്പിക്കണം എന്നല്ല, കൽപ്പിക്കാം. അപ്പൊ അതിന്റെ ഇസ്തവ എന്ന് പറഞ്ഞാൽ ഇസ്തൗല, അധികാരം ചെലുത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അണ്ടകടാഹത്തിൽ മുഴുവൻ, ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ അധികാരം ചെലുത്തി കഴിഞ്ഞു എന്ന അർത്ഥമാണ് അവിടെ. അതേസമയത്ത് ഇരിക്കുക എന്ന പ്രയോഗം അറബി ഭാഷയിലെ ജലസ എന്നതിന്റെ പരിഭാഷയായ ഇരിക്കുക എന്ന പ്രയോഗം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞയാൾ കാഫിറായി പോകും. മുജസ്സിമുകൾ കാഫിറാണ് എന്ന വിഷയത്തിൽ രണ്ടഭിപ്രായം പണ്ഡിതന്മാരുടെ ഇടയിലില്ല എന്നത് വറവിന്റെ അങ്ങേയറ്റമായിരുന്ന ഇമാം നവവിയെ പോലുള്ള മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അശരി ത്വരീഖത്തിലെ മുത്തക്കല്ലിമീങ്ങൾ മാത്രമല്ല, ഫുഖഹാ വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുജസ്സിമുകൾ കാഫിരീങ്ങളാണ് എന്ന വിഷയത്തിൽ രണ്ടഭിപ്രായം ഇല്ല. അതുകൊണ്ട് അങ്ങനെ പച്ച മലയാളത്തിൽ അങ്ങനെ അർത്ഥം വെച്ച് കാഫിറായി പോകുന്ന വിവരക്കേടിൽ നമ്മളാരും കുടുങ്ങിപ്പോകരുത് എന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തി മയക്ക് വിടുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടല്ലോ? ശരി. അപ്പം എൻ്റെ ചോദ്യത്തിനുള്ള മറുപടി നമ്മുടെ അസ്സരി ഉസ്താദ് ഇവിടെ നൽകിയിരിക്കുകയാണ്. എന്താ നൽകിയിട്ടുള്ളത്? അള്ളാഹു സിംഹാസനത്തിന്മേൽ ഇരുന്നു എന്ന്, അർശിന്മേൽ ശരിയായി ഇരുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, എഴുതിയാൽ അത് കുഫ്റാകുന്നു, അത് അവൻ കാഫിറാകുന്നു, അവൻ കാഫിറായി പോകും, അത് കുഫ്റാകുന്നു എന്നതാണ് ഇവിടെ ഇപ്പോൾ മറുപടിയായി പറഞ്ഞിട്ടുള്ളത്. ശരി. എങ്കിൽ ആരാണ് ഇത് എഴുതിയത്, എവിടെയാണ് ഞാനിത് കണ്ടത് എന്നുകൂടെ വായിക്കാം. നമ്മുടെ ബഹുമാനപ്പെട്ട സമസ്ത APEK ഒക്കെ ഒന്നിച്ചിരിക്കുന്ന കാലത്തുണ്ടായിരുന്ന സമസ്തയുടെ പരമോന്നത നേതാവായ KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ഖുർആൻ പരിഭാഷയുടെ 5 വാള്യങ്ങളിലായി പുറത്തിറക്കിയ വിശുദ്ധ ഖുർആൻ്റെ പരിഭാഷയുടെ 3-ാം വാള്യത്തിൽ 449-ാമത്തെ പേജിൽ നിന്നാണ് ഞാനത് വായിച്ചിട്ടുള്ളത്, ഞാനത് കണ്ടിട്ടുള്ളത്. അത് ഞാൻ വായിക്കുകയാണ്. എന്താണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്? പൂർവിക മഹാന്മാരായ മുഫസ്സിറുകൾ അള്ളാഹുവിനോട് ചേരും വിധം അവൻ അർശിന്മേൽ ശരിയായി ഇരുന്നു എന്ന് തന്നെ ഇവിടെ അർത്ഥം നൽകിയിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, തഫ്സീർ ജലാലൈനി അൽ അറാഫ് 54
അർ-റഅദ് 2, താഹ 5, യൂനുസ് 3, അൽ ഫുർഖാൻ 59, അസ്-സജദ 4, അൽ ഹദീദ് 4 തുടങ്ങിയ ആയത്തുകളിലൊക്കെ ഇങ്ങനെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ആരായി പൂർവിക മുഫസ്സിറുകൾ? അത് അദ്ദേഹം തന്നെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ഖുർആൻ പരിഭാഷയുടെ ആമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ആയത്തുകൾ വിശദീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് എൻ്റെ സ്വന്തം യുക്തിയിൽ നിന്നുള്ളതല്ല, മറിച്ച് പൂർവികരായ മുഫസ്സിറുകൾ തബരിയെപ്പോലത്ത, കുർത്തിബിയെപ്പോലത്ത, റാസിയെപ്പോലത്ത പഴയകാല മുൻഗാമികളായ മുഫസ്സിറുകൾ അവരുടെ ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാനിത് ഉദ്ധരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്, പൂർവിക മഹാന്മാരായ മുഫസ്സിറുകൾ അള്ളാഹുവിനോട് ചേരും വിധം അവൻ അർശിന്മേൽ ശരിയായി ഇരുന്നു എന്ന അർത്ഥം തന്നെ ഇവിടെ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഉസ്താദിൻ്റെ മറുപടി പ്രകാരം KV മുഹമ്മദ് മുസ്ലിയാർ കാഫിറാണോ, മുൻകാല മുഫസ്സിരീങ്ങളായ ഈ ഇമാമിങ്ങളൊക്കെയും കാഫിറാണോ? വ്യക്തമായ മറുപടി പ്രതീക്ഷിക്കുന്നു. ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും. KVയുടെ ടെക്സ്റ്റിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് രണ്ടും വ്യത്യാസമുണ്ട്. നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറഞ്ഞിട്ടുള്ളത്. ആർക്കാപ്പോ തിരിഞ്ഞുകൂടാത്തത്? നിങ്ങൾ കുളം കയറുന്നുണ്ടോ? നിങ്ങൾ രണ്ടും കൂടി കൂട്ടി മിക്സ് ചെയ്തുകൊണ്ട് ആളുകളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയുള്ള ശ്രമമുണ്ടോ? ഇതാണ് ഇങ്ങനെ ചോദിക്കുന്നത്. നിങ്ങൾ ആദ്യം നേർക്ക് നേരെ ചോദിച്ചാൽ പോരെ. അള്ളാഹുവിനോട് യോജിക്കുന്ന വിധത്തിലുള്ള ഇത്തിബാഅ് ചെയ്തു എന്നർത്ഥിച്ചു കഴിഞ്ഞാൽ, ഞാൻ എന്റെ സംസാരത്തിൽ തന്നെ അത് പറഞ്ഞില്ലേ, സലഫിന്റെ അഭിപ്രായ വ്യത്യാസവും സലഫിന്റെയും ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസത്തിലേക്ക് ഞാൻ സൂചന മാത്രം നൽകിയതാ. കാരണം എന്താ, വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ചോദ്യകർത്താവ് ആ ശൈലിയിലുള്ള ചോദ്യകർത്താവായിരിക്കും എന്ന നിലക്ക് വിശദീകരിച്ച് പറയാതിരുന്നത്. വിശദീകരിക്കാമെങ്കിൽ വിശദീകരിക്കാം. അങ്ങനെ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചത് അല്ലാഹു ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായല്ലോ? അതേ സമയത്ത് സലഫിന്റെ ത്വരീഖത്ത് എന്താണ് എന്നാണ് KV മുഹമ്മദ് മുസ്ലിയാർ സൂചിപ്പിച്ചിട്ടുള്ളത്. സലഫിന്റെ ത്വരീഖത്ത് അതെന്താണെന്ന് ഞാനും സൂചിപ്പിച്ചു. മനസ്സിലായല്ലോ? ബാഹ്യമായ അർത്ഥകൽപ്പന, ബാഹ്യമായ ഇരുത്തം, ഹവാദിസിന്റെ സിഫത്തുകളിൽപ്പെട്ട ഇരുത്തം, അഥവാ മനുഷ്യനും മൃഗങ്ങൾക്കും പക്ഷികൾക്കും മറ്റ് മുംകിനാത്ത് ഹവാദിസ് എന്നൊക്കെ പറഞ്ഞ നിങ്ങൾക്ക് തിരിയോന്ന് എനിക്കറിയില്ല. തിരിയൂലെങ്കിൽ അത് പിന്നീട് ചോദിച്ചാൽ പറഞ്ഞു തരാം. അങ്ങനെയുള്ള ഹവാദിസിന്റെ സിഫത്തായ ഇരുത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുന്നു എന്ന് ഒരുത്തൻ പറഞ്ഞാൽ അവൻ കാഫിറാണ് എന്ന വിഷയത്തിൽ രണ്ടഭിപ്രായമല്ല, പണ്ഡിതന്മാരുടെ രണ്ടഭിപ്രായമില്ല. പിന്നെ ഇനി വേറെ ഏതെങ്കിലും ഒരു ഇമാമ് പറയോ? അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പറയില്ല. നിങ്ങളെ ആശയം എന്താ? നിങ്ങളെന്നെ ചോദ്യകർത്താവ് അല്ലട്ടെ ഞാൻ പറയുന്നത്. മുജാഹിദ് മൗലവിമാരുടെ ആശയം സംഗതി ശിർക്കും കുഫറൊക്കെ ആയിരിക്കും, പക്ഷെ ഖുർആനിൽ പറഞ്ഞാൽ സ്വീകരിക്കാം. ഖുർആനിൽ വൈരുദ്ധ്യം പറയില്ല, ഖുർആനിൽ ബുദ്ധിപരമായ കോൺട്രഡിക്ഷൻ പറയില്ല, പാരഡക്സുകൾ പറയില്ല എന്ന് പറഞ്ഞ വിഷയം കഴിഞ്ഞു. പിന്നെ പറഞ്ഞാൽ വിശ്വസിക്കാതിരിക്കണോ? അങ്ങനെ ചർച്ച തന്നെ വരുന്നില്ല. അങ്ങനെ നിങ്ങളുടെ ഈ ചീഞ്ഞളിഞ്ഞ വാദഗതി നമ്മൾ അംഗീകരിച്ചു തരികയാണെങ്കിൽ എന്തെല്ലാം ചോദിക്കാൻ പറ്റും? അല്ലാഹു തആല രണ്ടുണ്ട് എന്ന് ഖുർആനിൽ പറഞ്ഞാൽ അംഗീകരിക്കണ്ടേ? അല്ലാഹു തആല മരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ അംഗീകരിക്കണ്ടേ? അങ്ങനെ എന്തെല്ലാം ഉണ്ട്. എനിക്ക് PM-കൾ വരുന്നുണ്ട്, എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, ചെറിയ ടെസ്റ്റ് ആയതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മൈക്ക് വെച്ചതിന് ശേഷം വായിക്കാമെന്ന് അടിച്ച സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള ഒരു ബുദ്ധിപരമായ പാരഡക്സ് മുംകിനാത്തുകളുടെ സിഫത്തായ ഹവാദിസിന്റെ സിഫത്തായ ഒരു സിഫത്തും അള്ളാഹുവിന് ചേർത്തി പറയാൻ പാടില്ല. അങ്ങനെ ചേർത്തി പറഞ്ഞാൽ അത് വിശ്വസിക്കലോടുകൂടി പറയണമെന്നില്ല. അത് വിശ്വസിക്കലോടുകൂടെ തന്നെ ആള് കണ്ടം ചാടിപ്പോയി, മതത്തിന്റെ പുറത്തുപോയി. അങ്ങനെ ഖുർആനിലും പറയില്ല, ഒരു സുന്നത്തിലും പറയില്ല, ഒരു ഇമാമും പറയില്ല. അങ്ങനെ ഏതെങ്കിലും പണ്ഡിതൻ പറഞ്ഞാൽ ആ പണ്ഡിതനെ മാറ്റി വെക്കണം എന്നല്ലാതെ അങ്ങനെ പറഞ്ഞതിന്റെ പേരിലാണ് മൂസമയത്ത് നിങ്ങൾ ആദ്യം ചോദിച്ചത് ഇരുന്നു എന്ന് പറയാൻ പറ്റുമോ? ബാഹ്യാർത്ഥത്തിലുള്ള ഇരുന്നു എന്ന പ്രയോഗം, ഒരു മനുഷ്യൻ ഇരുന്നു എന്ന സങ്കല്പത്തിൽ വരുന്ന ഇരുത്തം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവികളുടെ ഇരുത്തം, ഈ അർത്ഥപ്രകാരം അള്ളാഹുവിന് കൽപ്പിച്ചു കഴിഞ്ഞാൽ കാഫിറാണ് എന്ന വിഷയത്തിൽ രണ്ടഭിപ്രായമില്ല എന്ന് പറഞ്ഞാൽ മുജസ്സിമുകൾ കാഫിറാണ് എന്ന വിഷയത്തിൽ രണ്ടഭിപ്രായമില്ല. ഞാൻ ഇമാം നവവിയെ തൊട്ടടക്കം ഉദ്ധരിച്ചു. ഇമാം നവവിയോടത്തെ ഷറഫുൽ മുഹദ്ദബ് അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് ഇസ്തിവാഉൻ യലീഖു ബിഹി, യദുൻ തലീഖു ബിഹി എന്ന് പറഞ്ഞു പോയിട്ടുള്ള മുൻഗാമികളായ മഹാന്മാരുണ്ട്. അതാണ് KV മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞത്. രണ്ടും കൂടി കൂട്ടി കുഴച്ച് കുളം കലക്കി മീൻ പിടിക്കാനുള്ള തന്ത്രം നിങ്ങൾ നിർത്തിവെക്കണം. നിങ്ങൾ മുജാഹിദാണ് എന്ന നിലക്കല്ല സംസാരിക്കുന്നത്. മുജാഹിദുകളിൽ നിന്ന് വശംവദനായിക്കൊണ്ട് അവരുടെ ചോദ്യത്തിൽ നിന്ന് പ്രേരിതനായിക്കൊണ്ടാണ് നിങ്ങൾ ചോദിച്ചതെങ്കിൽ നിങ്ങളോട് ഉപദേശിക്കുക ചെയ്യുന്നത്. ഓക്കെ, ഞാൻ മൈക്ക് വിടുന്നു. സാദി ഉസ്താദ് ലൈനിലുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
സാറേ അവിടെ ഞാൻ KV-യുടെ ആ പരിഭാഷയിൽ അദ്ദേഹം വായിച്ചതിന്റെ തൊട്ട് മുമ്പുള്ളത് ഇവിടെ ഇസ്തവ അലൽ അർശ് എന്ന് പറഞ്ഞ ഇതേ വാക്യം ഖുർആനിൽ മറ്റു ചില സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. അതിന് അള്ളാഹു അർശിന്മേൽ ആധിപത്യം ചെലുത്തി അതിനെ കീഴടക്കി എന്നൊക്കെയുള്ള അർത്ഥമാണ് പണ്ഡിത മഹാരഥന്മാരായ പിൽക്കാല മുഫസ്സിറുകൾ നൽകിയിട്ടുള്ളത്. ആ അർത്ഥമാണ് നാം സ്വീകരിച്ചത്. ആ അർത്ഥമാണ് നാം സ്വീകരിച്ചത്. അപ്പൊ കീഴടക്കി എന്ന് പറയുന്ന അർത്ഥാണ് അതിന്റെ പരിഭാഷ തന്നെ. അർറഹ്മാനു അലൽ അർശിസ്തവ, അവൻ കരുണാനിധിയായ അള്ളാഹു ആണ്, അവൻ അർശിനെ കീഴടക്കിയിരിക്കുന്നു എന്നാണ് KV പരിഭാഷ എഴുതിയിട്ടുള്ളത്. പിന്നെ പൂർവിക മഹാന്മാർ പറഞ്ഞ അദ്ദേഹം പറഞ്ഞു വന്നിട്ട് അവിടെ തന്നെ പിന്നെ 200 പറഞ്ഞു എന്ന അർത്ഥം പറഞ്ഞ ഉടനെ തന്നെ KV അദ്ദേഹം വായിച്ചതിന്റെ നേരെ താഴെ എന്നാൽ 200 എന്ന ശബ്ദം കേൾക്കുമ്പോൾ ഒട്ടും ചിന്തിക്കേണ്ടതില്ലാതെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പ്രക്രിയ അല്ല അള്ളാഹുവിൻ്റെത്. അവൻ സൃഷ്ടികളുമായി യാതൊരു സാദൃശ്യവും ഇല്ലാത്തവനാണല്ലോ. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായേക്കാവുന്ന ഈ അസ്പഷ്ടതയും സംശയവും ദൂരീകരിക്കാനാണ് പിൽക്കാല മഹാരഥന്മാർ ആധിപത്യം ചെലുത്തിയെന്നും കീഴടക്കിയെന്നുള്ള അർത്ഥം ഇവിടെ നൽകിയിരിക്കുന്നത്. എന്നാൽ വളരെ അവധാനതയോടെയും സൂക്ഷ്മതയോടെ മാത്രമേ പൂർവികന്മാർ ഇവിടെയും ഇത്തരം മറ്റു സ്ഥലങ്ങളിലും ഹദീസുകളും ആയത്തുകളും ഹദീസിലും ഇത്തരം പരാമർശങ്ങൾ വന്നിരിക്കുന്നു. അവയത്രയും ആലങ്കാരിക പ്രയോഗങ്ങളും സൃഷ്ടികൾക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ പര്യാപ്തമായ ശൈലി സ്വീകരിച്ചതും ആണെന്ന് പണ്ഡിതന്മാർ പ്രസ്താവിച്ചിരിക്കുന്നത്. അല്ലാതെ വഹാബി പറയണ പോലെ കൈയുണ്ട് കാലുണ്ട് എന്നല്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾ വായിച്ച് ആ വായിച്ചതിൽ നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് അറിയില്ല. എന്താണെങ്കിലും ഇത് സുന്നികളായിട്ടുള്ള ആളുകൾ എഴുതി വെച്ചത് എന്താന്നുള്ളത് ശരിക്ക് അവരെന്നെ അവരുടെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പുറം കൂടെ നോക്കിയാൽ വിഷയം തീരും. അതുകൊണ്ട് അബൂസിനാൻ ഇവിടെ പിന്നെ വേറെന്തെങ്കിലും നടക്കുന്നു മനപ്പായസം കൊണ്ടിട്ട് നിങ്ങൾ ഇരുന്നതാണെങ്കിൽ സോറി, നിങ്ങൾക്ക് തക്കാലം സുഖിപ്പിക്കാനുള്ള ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല എന്ന് മാത്രമേ എനിക്കത് സംബന്ധമായിട്ട് സൂചിപ്പിക്കാനുള്ളൂ. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ KK സയ്യിദി ഉസ്താദ്, നിങ്ങൾ എത്ര അപ്പുറം ഇപ്പുറം വായിച്ചിട്ടെന്താ നടുവിലെഴുതിയതില്ലാണ്ടാവോ? പിന്നെ അപ്പുറം ഇപ്പുറം എഴുതിയത് അത് അദ്ദേഹം പറഞ്ഞു പിൽക്കാലക്കാരായ മുഫസ്സിറുകൾ എഴുതിയതിനെ കുറിച്ചിട്ട്. ഇവിടെ ആർക്ക് വേണം പിൽക്കാലക്കാരായ മുഫസ്സിറുകൾ? ഞാനിവിടെ വായിച്ചു പൂർവീകരായ. അതാരൊക്കെയാണ് പൂർവീകരായ മുഫസ്സിറുകൾ? വളരെ വ്യക്തമായി KV തന്നെ പറഞ്ഞു. പൂർവീക മഹാന്മാരായ മുഫസ്സിറുകൾ അള്ളാഹുവിനോട് ചേരും വിധം അവൻ അർശിന്മേൽ ശരിയായി ഇരുന്നു എന്ന അർത്ഥം തന്നെ ഇവിടെ നൽകിയിരിക്കുന്നു. അതിനെക്കുറിച്ചിട്ടാണ് പറയേണ്ടത്. അല്ലാതെ മേലെ മറ്റേത് എഴുതിയിട്ട് താഴെ മറ്റേത് എഴുതിയിട്ടുണ്ട്. അതൊക്കെ പിൽക്കാലക്കാരായ ആൾക്കാർ പറഞ്ഞത്. അതും അദ്ദേഹം പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. പിൽക്കാലക്കാരായ പണ്ഡിതന്മാർ ഇങ്ങനെയും അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ചോദിച്ചു എന്ത്, അള്ളാഹുവിനോട് ചേരും വിധം അർശിന്മേൽ ശരിയായി ഇരുന്നുവെന്ന് അർത്ഥം പറയാൻ പാടുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ എന്താണ് വിധി? അപ്പം അസ്സരി പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ അവൻ കാഫിറാണ്. അപ്പോഴാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ KV കാഫിറാണോ? ഇത് മുൻകാലക്കാരായ മുഫസ്സിറുകൾ ഇങ്ങനെയാണ് പറഞ്ഞത് എന്നാണ് KV പറഞ്ഞിട്ടുള്ളത്. ആ മുൻകാലക്കാരായ മുഫസ്സിറുകളുടെ വിധി എന്ത്? മുൻകാലക്കാരായ മുഫസ്സിറുകൾ ഞാനൊന്നും കൂടെ വായിക്കാം. പൂർവീക മഹാന്മാരായ മുഫസ്സിറുകൾ അള്ളാഹുവിനോട് ചേരും വിധം അവൻ അർശിന്മേൽ ശരിയായി ഇരുന്നു എന്ന അർത്ഥം തന്നെ ഇവിടെ നൽകിയിരിക്കുന്നു. അതാ KV കൊടുത്തിട്ടുള്ളത്. പിന്നെ KK സയ്യിദി അപ്പുറം ഇപ്പുറമൊക്കെ കുറേ വായിച്ചു. അതൊക്കെ പിൽക്കാലക്കാരായ ആൾക്കാർ എഴുതിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് എനിക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അതിനെക്കുറിച്ച് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. മുൻഗാമികൾ എന്ത് പറഞ്ഞു, സലഫുസ്സാലിഹ്യങ്ങൾ എന്ത് പറഞ്ഞു, അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. സലഫുസ്സാലിഹ്യങ്ങൾ പറഞ്ഞത് ശരിയാണോ? അതല്ല അവർ KK മറ്റേ അസ്സരി പറഞ്ഞതുപോലെ അവർ കാഫിരീങ്ങളാണോ? അത് ഉദ്ധരിച്ചവർ കാഫിരീങ്ങളാണോ? അതിനെക്കുറിച്ചാണ് എനിക്ക് അറിയേണ്ടത്. അതിനെക്കുറിച്ച് നിങ്ങൾ വ്യക്തമായ മറുപടി പറയണമെന്ന് വീണ്ടും വീണ്ടും ഞാൻ ആവശ്യപ്പെടുന്നു. കാരണം നിങ്ങളുടെ റൂമുകളിൽ പല സമയത്തും ഞാൻ വന്നപ്പോൾ അള്ളാഹു അങ്ങനെ അർശിൽ ഇരുന്നുവെന്ന് പറയാൻ പാടില്ല, അങ്ങനെ പറയുന്നവൻ അവൻ കാഫിറാണ്, വഹാബികൾ മുഴുവനും പിഴച്ചവരാണ് എന്ന് ആവർത്തിച്ച് പറയുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ചോദിച്ചിട്ടുള്ളത്.
KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് ഇത് എഴുതി, കൂറ്റനാട് സ്വന്തം വക എഴുതിയതല്ല, മുൻകാല മുഫസ്സിറുകൾ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് തെളിവുദ്ധരിച്ചുകൊണ്ടാണ് KV അത് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവരുടെയൊക്കെ വിധി എന്ത്? വഹാബികളുടെ വിധി തന്നെയാണോ ഇവർക്കും ഉള്ള വിധി? അതല്ല വഹാബികൾക്ക് വേറെ വിധിയും ഇവർക്ക് വേറെ വിധിയുമാണോ